ഹലോ സാറേ. ഹലോ മിസ്റ്റർ രാമകൃഷ്ണൻ, ആ നിങ്ങളുടെ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കുട്ടികളെ കണ്ടെത്തിയ? അയ്യോ ദൈവമേ. അയ്യോ അവരിപ്പോ എവിടെയാ സാറേ? അവരിപ്പോ സ്റ്റേഷനിലുണ്ട്. ആ ഞങ്ങളിപ്പോ തന്നെ അങ്ങോട്ട് വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല രാമകൃഷ്ണൻ. ആ. ഞങ്ങൾ കുട്ടികളുമായിട്ട് അങ്ങോട്ട് പുറപ്പെടുക. ഓ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് എത്താം. ആ ആയിക്കോട്ടെ സാറേ. ആ. ഒരുപാട് നന്ദി സാറേ. ആയിക്കോട്ടെ. ശരി. ആ അവര് കുട്ടികളും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ശരി, ഞാനിപ്പോ വരാം. ആ ജ്യോതി, നീ ഇവിടെ നിൽക്ക. നിത്യ, നിത്യ, നിത്യ മോളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ആദ്യം കല്യാണിയും നമുക്ക് തിരിച്ചു കിട്ടി. ഭഗവാനെ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ മക്കളെ തിരിച്ചു തന്നല്ലോ. ഞാൻ എന്നെ അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ പോലീസുകാർ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതെ. എല്ലാവർക്കും നമ്മളെ രണ്ടുപേരെയായിരുന്നു സംശയം. ആന്നേ, അതിപ്പോ കുട്ടികൾ വന്ന് കാര്യം പറയുമ്പോ തീരില്ലേ? കല്യാണിയെ കാണാതായതിനെ അയാള് വീണ്ടും എന്നെ അടിച്ചു. എടി, അവനെ ഒതുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞൊന്നുമല്ലേ? നീ ഇതുവരെ ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തില്ലാന്ന്? ഞാനിന്ന് സ്റ്റേഷനിൽ പോയിരുന്നു, പരാതിയും കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയില്ലേ? ഉണ്ട്. ഹരി എന്റെ ഭർത്താവാണ്. ഭാര്യയായ ഞാൻ വീട്ടിലുണ്ടായിരിക്കെ ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മുറി കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ എന്നെ നിരന്തരമായി ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നു. എനിക്കതിൽ നിന്ന് നീതി വേണം. ഇതാണ് കൊടുത്ത പരാതി. ഇതുപോരെ? മതി. ഇക്കാലത്തൊരാണിനെ പൂട്ടാൻ ഒരു പെണ്ണിന്റെ ഇത്തരം കംപ്ലൈന്റ് മാത്രം മതി. പോലീസുകാർ വരട്ടെ. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ എനിക്കും ചില ചുമതലകളുണ്ട്. അതെന്താ? ഇത്രയും കാലം ഇത് നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമായിരുന്നു. ഇനി അത് പോരാ. അവനെക്കുറിച്ച് നാട്ടുകാരറിയണം. അവനെ സ്നേഹിച്ചിരുന്ന പണ്ടത്തെ നാട്ടുകാരും ഇവിടെയുള്ളവരൊക്കെ അറിയണം. നെറികെട്ടവനെന്നും വഴി പിഴച്ചവനെന്നും പറഞ്ഞ് അവനെ കല്ലെറിയുന്നത് എനിക്ക് കാണണം. നിന്റെ പരാതി അനുസരിച്ച് ആ പോലീസുകാർ ഹരിയെ അറസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ അവനെ ഓൺലൈൻ മീഡിയാസ് വേട്ടയാടും മോളെ. പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ പോലും സ്വൈരം കൊടുക്കില്ല അവര്. കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും അവൻ. അതാണ് സ്ഥിതി.
ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. സാർ വരൂ. എന്താ നീ കാണിച്ചത്? അച്ഛനെ നീ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. കുട്ടികളോട് കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചോദിച്ചു. അല്ല, ഇവിടെ ആരുടെ കല്യാണം നടക്കാൻ പോകുന്നത്? അത് സുജാതയുടെ മോളുടെ ആ കുട്ടിയുടെ. അപ്പൊ ഈ കുഞ്ഞ് നിത്യാമ്മ എന്ന് പറയുന്നത്? അത് സുജാതയുടെ മരുമകളാ. ആദ്യം ആ മോൻ അമ്മയെ പോലെയാ കാണുന്നത് നിത്യയെ. അപ്പൊ അത് തന്നെ കാര്യം. ഈ കുട്ടിക്ക് ഇവരെ വിട്ടുപിരിയാൻ ഇഷ്ടമല്ല. ഇവരെങ്ങോട്ടെങ്കിലും പോയാൽ ഈ കല്യാണം നടക്കില്ലെന്നും അതുകൊണ്ട് അമ്മയെ പിരിയേണ്ടി വരില്ലെന്നും ഇവര് തമ്മിൽ പ്ലാൻ ചെയ്തു. എനിക്ക് നിത്യാമ്മ വിട്ട് പോവാൻ പറ്റില്ല. എന്നെ പറഞ്ഞെങ്കിലൊന്ന് പറഞ്ഞേ. നിത്യമ്മേനെ വിട്ട് മോൻ ഒരിടത്തും പോവില്ല. നിത്യമ്മ മോനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അല്ല സാറേ, ഇതുവരെ ഈ കുട്ടികൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഇവരെ എവിടെന്നാ കിട്ടിയേ? ഇവർ പറഞ്ഞനുസരിച്ച് നമ്മുടെ കാവിൻ്റെ അടുത്തൊരു കാട് പ്രദേശമുണ്ട്, ആ അവിടേക്കാണ് അവർ പോയത്. അയ്യോ, രാത്രി രണ്ടുപേരും പേടിച്ചവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ സന്യാസി അവരുടെ മുമ്പിൽ വന്നെന്നു. അദ്ദേഹം ഇവരെ സ്റ്റേഷനിലെത്തിച്ചെന്നാ ഇവരുടെ മൊഴി. പക്ഷേ അങ്ങനെ ഒരാളെ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല. മേ ബി അയാൾ വന്നിരിക്കാം, പോയിരിക്കാം. എന്തായാലും കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടല്ലോ. അത് ഭാഗ്യമായി. കല്യാണി, വാ മോളെ. മക്കളെ, നന്നായി പ്രാർത്ഥിച്ചോ. നിങ്ങളെ രക്ഷിച്ചത് ഈ ദൈവം. മിസ്റ്റർ രാമകൃഷ്ണൻ, എന്താ സാർ? കാലത്ര നല്ലതല്ല. പിള്ളേര് ചിലപ്പോ ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ വലിയ കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കും. എത്രയും പെട്ടെന്ന് അതൊക്കെ ഒഴിവാക്കാൻ നോക്ക്. പിന്നെ നിങ്ങളുടെ കുടുംബത്തില് ഇങ്ങനെ ഒരു കാര്യം നടന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതിന്റെ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ.
എനിവേ ഞാൻ പോന്നു. ഓ താങ്ക് യു സാർ. ഉം. ഇവിടെ ചിലർക്ക് എന്നെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ അവസാനിച്ചു കാണുമല്ലോ. കുട്ടികൾ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാ. വെറുതെ ദുഷ്പേര് കേൾക്കണ്ടല്ലോ. അപ്പൊ ഞാനോ? ആ നീ മനുവിന്റെ വീട്ടിൽ നിന്ന് ആരോ ബന്ധുക്കൾ വരുന്നു പറഞ്ഞിരുന്നു. അതാ നിന്നോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞത്. നിനക്ക് നിത്യേച്ചി പേടിയുണ്ടോ? നിത്യ, താനൊന്ന് പുറത്തേക്ക് പോ. അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് തന്നെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലല്ലോ. പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാ
ഇപ്പൊ എനിക്ക് ബോധ്യായി. ഏട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ട്. ആണോ? ഉം. ആ. ഏട്ടന്റെ മാറ്റം മുഴുവനായിട്ട് കാണണോ മോളെ നിനക്ക്? ഏട്ടാ മിണ്ടരുത് നീ. എന്താടി നീ കരുതിയേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അവനെ തേടി പോയെന്നോ? കണ്ടുപിടിച്ച് കൊണ്ടുവന്നെന്നോ? വഴി പിടച്ച് നടന്ന് ഒരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമന്നൊന്ന് അറിഞ്ഞപ്പോ തന്നെ നീ എൻ്റെ മനസ്സിൽ ചത്തുപോയടി. നീ ഒരുപാട് കാലം ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ ചതിച്ചില്ലേ? എനിക്ക് വേദനിക്കുന്നു. വഴി പിഴച്ചവൾക്കുള്ള ശിക്ഷ മരണവടി. അതിനു വേണ്ടി നിന്നെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ജോത്സ്യം വന്ന് കുറിച്ചതേ നിന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തമല്ലേ, നിനക്ക് ചാകാനുള്ള മുഹൂർത്തമാ. എന്റെ കൈകൊണ്ട് ചാവാനുള്ള മുഹൂർത്തം. കേട്ടോടി. ജ്യോതി, ഈ ഒരു പൊട്ടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചന്തം ഉണ്ടാവൂലേ കാണാൻ? അല്ലേ നിത്യ? ശരിയാ, പൊട്ടുകുത്തി കൊടുക്കാൻ ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ മറക്കില്ല. ഒന്നും മറക്കില്ല. ജ്യോതി എവിടെ? മുറിയിലുണ്ട്. ഞാനേ ജ്യോതിക്കൊരു സാരി എടുത്തു. കൊള്ളാവോ? കൊള്ളാലോ. ഇത് ജ്യോതിക്ക് ഇഷ്ടപ്പെട്ട നിറം. ആണോ? വാങ്ങാൻ പോയെങ്കിലും ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അവൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നതൊക്കെ ഇപ്പോഴല്ലേ. ഞാൻ അവളെ വിളിക്കാം. ജീവൻ തന്നെ നേരിട്ട് കൊടുത്തേക്ക്. ജ്യോതി, ജ്യോതി ഇങ്ങോട്ട് വാ. ജ്യോതി, ഏട്ടൻ നിനക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇഷ്ടമായി നോക്ക്. ഉം.
എന്താടി ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? നിത്യ പറഞ്ഞല്ലോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട നിറവാണെന്ന്. സത്യത്തില് ആക്സിഡന്റിൽ എൻ്റെ അടുത്ത് സംഭവിച്ചതാ. അത് നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം.